ഗുഡ് ഈവനിങ്. നമ്മൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് നോക്കി നിർത്തിയ ഹാമിൽട്ടോണിയൻ ഫംഗ്ഷനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ സൈക്കിൾ കോർഡിനേറ്റ് എന്താണ്, അതുപോലെ ജനറേറ്റ് മൊമെന്റം എന്താണ്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ h will be equal to സിഗ്മ കെ പി കെ ക്യു കെ ഡോട്ട് മൈനസ് എൽ. ഓക്കെ, ഇത് നമ്മൾ ഹാമിൽട്ടൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഡെറിവേഷൻ ആയിരിക്കും നമ്മൾ ഇന്ന് ഈ ഒരു സെക്ഷനിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത്, അത് ലഗ്രാഞ്ചിയൻ എന്തിന്റെ കോർഡിനേറ്റ് ആണ്? ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് q1 q2 എക്സെട്ര എക്സെട്ര qk, അടുത്തത് q1 ഡോട്ട് ദെൻ q2 ഡോട്ട് ദെൻ q3 ഡോട്ട് എക്സെട്ര qk ഡോട്ട് വരും കോമ t. ഓക്കെ, ഒരു ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത് പൊസിഷന്റെ ഡെറിവേറ്റീവിന്റെ വെലോസിറ്റിയുടെയും ടൈമിന്റെയും ഫംഗ്ഷൻ ആണ് ഒരു ലഗ്രാഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ ഇതിനെ കംപ്ലീറ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ L is equal to L into qk കോമ qk ഡോട്ട് കോമ t എന്ന് നമുക്ക് അവിടെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയ ഈ ഒരു ഇക്വേഷന്റെ ഡെറിവേഷൻ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഫംഗ്ഷൻ ആണ്. ഈ ഒരു ഫംഗ്ഷൻ ഹാമിൽട്ടോണിയൻ h എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എന്തൊക്കെ വരും എന്നുള്ള കേസാണ്. അത് നമ്മൾ ഇതിന്റെ ഡെറിവേഷൻ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഇക്വേഷൻ പഠിച്ചു, ആ പഠിച്ച ഇക്വേഷന്റെ ഡെറിവേഷൻ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ടത് ആദ്യം എന്ത് ചെയ്യുക, ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ എടുക്കുക. ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ L is equal to L of qk ഡോട്ട് കോമ t എന്ന് നമുക്ക് അവിടെ എടുക്കാൻ പറ്റും. ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഇതിന്റെ ടൈം ഡെറിവേറ്റീവ് എടുക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ഇതിപ്പോ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1ന്റെ ടൈം ഡെറിവേറ്റീവ് എടുക്കുക. ദാറ്റ് ഈസ് dl by dt ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ എടുക്കുന്നത്. അപ്പോൾ dl by dt എടുക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ്, ഇവിടെ നമുക്ക് ടൈം ഡെറിവേറ്റീവ് dqk by dt നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും, പ്ലസ് lqk ഇൻറ്റു കൺസ്റ്റന്റ് എടുക്കുന്നതിന്. ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് സിഗ്മ k ഇൻറ്റു ഡോ എൽ ബൈ ഡോ ക്യു കെ ഇൻറ്റു dqk by dt. ഓക്കെ, ഫസ്റ്റ് ഡെറിവേറ്റീവ്, അതായത് ഡോ എൽ ബൈ എല്ലിന് പാർഷ്യൽ ഡെറിവേറ്റീവും ഈ ഡി ക്യു കെ എന്ന് പറയുന്നത് എന്താണ്, ടൈമിനനുസരിച്ച് വേരിയും ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഡി ക്യു കെ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനവിടെ ഡിവൈഡ് ബൈ ഡി ടി എന്ന് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അതായത് ക്യു കെ എന്ന് എന്താണ്, പൊസിഷൻ കോർഡിനേറ്റ് ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിന് ഡി ക്യു കെ ബൈ ഡി ടി എന്നവിടെ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് അടുത്ത എന്താണ്, അത് ക്യു കെ ഡോട്ട് ആണ്. ഓക്കെ, ക്യു കെ ഡോട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ദാറ്റ് ഈസ് ഡോ എൽ ബൈ ഡോ ക്യു കെ ഉണ്ട്. അടുത്ത് എന്ത് ചെയ്യാം, അതിന്റെ ടൈം ഡെറിവേറ്റീവ് ഇവിടെ കൊടുക്കാം. ടൈം ഡെറിവേറ്റീവ് കൊടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് ഡി ക്യു കെ ഡോട്ട് ഡിവൈഡഡ് ബൈ ഡി ടി എന്നായിരിക്കും വരുന്നത്. പ്ലസ് ഇനി എന്തുണ്ട്, ലാസ്റ്റത്തെ എൽ ആണ്. എല്ലിന് എന്ത് ചെയ്യണം, എൽ ഇൻറ്റു ടി ആണ്, എൽ ഓഫ് ടി അല്ലെങ്കിൽ ടൈമിന്റെ ഫംഗ്ഷൻ ആണ് ലഗ്രാഞ്ച് എന്ന് പറയുന്നത്. ഡോ എൽ ബൈ ഡോ ടി. ഓക്കെ, ഡോ എൽ ബൈ ഡോ ടി. ഇതാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ലഗ്രാഞ്ചിന്റെ ഡെറിവേഷനിൽ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഡോ എൽ ബൈ ഡോ ക്യു കെ എടുത്തു, ഇൻറ്റു ഡി ക്യു കെ ബൈ ഡി ടി എടുത്തു, ടൈം ഡെറിവേറ്റീവ് എടുത്തു അവിടെ ലഗ്രാഞ്ചിന്റെ ഫംഗ്ഷനിൽ. അതായത് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു, ഡോ എൽ ബൈ ഡോ ക്യു കെ ഡോട്ട് എടുത്തു, ഇൻറ്റു ഡി ക്യു കെ ഡോട്ട് ബൈ ഡി ടി എടുത്തു, പ്ലസ് ഡോ എൽ ബൈ ഡോ ടി. അതായത് ഈ ഒരു ഫംഗ്ഷൻ, മൂന്ന് ഫംഗ്ഷൻ എന്ത് ചെയ്യണം, പ്രത്യേകിച്ച് അവിടെ അപ്ലൈ ചെയ്തു, അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി സെക്കൻഡ് നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ നമുക്ക് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമ്മളൊരു ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ലഗ്രാഞ്ചിയൻ പഠിച്ച സമയത്ത് പറഞ്ഞതാണ്, ദാറ്റ് ഈസ് ഡോ എൽ ബൈ ഡോ ക്യു കെ എന്ന് പറയുന്നത്. ഓക്കെ, ഡോ എൽ ബൈ ഡോ ക്യു കെ വിച്ച് വിൽ ബി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ്, ഓക്കെ, ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യു കെ ഡോട്ട്. ഓക്കെ, ലഗ്രാഞ്ച് എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ഡോ എൽ ബൈ ഡോ എൽ ബൈ ഡോ ക്യു കെ വിച്ച് വിൽ ബി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യു കെ ഡോട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ലഗ്രാഞ്ചിൻ ഇക്വേഷൻ ഇങ്ങനെയല്ലേ എഴുതിയിരുന്നത്, അവിടെ ലഗ്രാഞ്ചിൻ ഇക്വേഷന്റെ കേസിൽ നമുക്ക് അവിടെ ഇങ്ങനെയല്ലേ കിട്ടുന്നത്, ആ ലഗ്രാഞ്ചിൻ ഇക്വേഷൻ എന്താ പറയുന്നത്, ഇങ്ങനെയല്ലേ നമ്മൾ ലഗ്രാഞ്ചിൻ ഇക്വേഷൻ എഴുതിയിരുന്നത്, ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യു കെ മൈനസ് ഡോ എൽ ബൈ ഡോ ക്യു കെ. അപ്പോൾ ഇതിൽ നമ്മൾ ഈക്വൽ ടു 0,
അപ്പോൾ ഈ ഈക്വൽ ടു ഇപ്പുറത്ത് കൊണ്ട് എന്താവും, ഈ മൈനസ് അവിടെ പ്ലസ് ആയിട്ട് മാറും. അതാണ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് എന്ന് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ നമ്മളിപ്പോൾ അവിടെ എന്ത് ചെയ്തു, അവിടെ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇനി നേരെ ഇവിടുത്തെ ഇക്വേഷനിലോട്ട് ഇതിനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഇത് നമ്മൾ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡോ എൽ ബൈ ഡോ ക്യൂ കെ എന്ന ടേം ഉണ്ട്, കണ്ടോ, ഡോ എൽ ബൈ ഡോ ക്യൂ കെ. ഇവിടോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ ടേമിനെ മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ടേം അവിടെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും, നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഇക്വേഷൻ നമ്പർ 2 ഇതിനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വിച്ച് വിൽ ബി ഈക്വൽ ടു ടി എൽ ബൈ ടി ടി ഇൻറ്റു സിഗ്മ കെ. സിഗ്മ കെ ഡോ എൽ ബൈ ഡോ ക്യൂ കെക്ക് വരെ എന്ത് കൊടുക്കാം, ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട്. ഇത് സിംപ്ലിഫിക്കേഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ മാറ്റി കേട്ടോ. സിംപ്ലിഫിക്കേഷന് വേണ്ടി മാത്രമായിട്ടാണ് ഇതിപ്പോൾ ഇവിടെ മാറ്റുന്നത്. നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ഇക്വേഷനിലോട്ട് കൊണ്ടെത്തിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഡോ എൽ ബൈ ഡോ ക്യൂ കെ എടുത്തു ഇൻറ്റു ഡി ക്യൂ കെ ബൈ ഡി ടി. അപ്പോൾ ഡി ക്യൂ കെ ബൈ ഡി ടിക്ക് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ക്യൂ കെ ഡോട്ട് എന്ന് കൊടുക്കാം. ഓക്കെ, ക്യൂ കെ ഡോട്ട് ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇറ്റ് വിൽ ബി ക്യൂ കെ ഡോട്ട് പ്ലസ് അടുത്ത ടേം എന്ത് ചെയ്യുക, അതുപോലെ തന്നെ കൊടുക്കുക കേട്ടോ. അടുത്ത ടേം, അതായത് നമ്മളിപ്പോൾ ഈ ഒരു ഫംഗ്ഷനെ കൂടി ഇവിടെ കിടക്കുന്ന ഇപ്പോൾ ക്യൂ കെ ടേം ആയിരുന്നു. അപ്പൊ ക്യൂ കെ ടേമിനെ കൂടി ഞാൻ എന്തിലോട്ട് മാറ്റി, ആ ഒരു ക്യൂ കെ ടേമിനെ കൂടി ഞാൻ അവിടെ ക്യൂ കെ ഡോട്ടിന്റെ ടേംസിലോട്ട് മാറ്റി. കണ്ടോ, ഇവിടെ വെറും ക്യൂ കെ ആണ് ഇവിടെ കിടന്നത്. നിങ്ങൾ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ ക്യൂ കെ ഉണ്ട്, ഇവിടെയും ക്യൂ കെ ആണ് കിടന്നത്. പക്ഷെ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്തു, ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിനെ ക്യൂ കെ ഡോട്ടിന്റെ ഫംഗ്ഷൻ ആക്കി മാറ്റി. ഇതിനെ എന്ത് ചെയ്തു, ക്യൂ കെ ഡോട്ട് ആക്കി മാറ്റി എഴുതി. നമുക്ക് അവിടെ ഒരു ആവശ്യമുണ്ട്, നമ്മൾ അങ്ങനെ കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് പ്ലസ് ഇത് അതുപോലെ അങ്ങ് എടുക്കാം. പ്ലസ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഇൻറ്റു ടി ക്യൂ കെ ഡോട്ട് ഡിവൈഡ് ബൈ ടി ടി. ഈ പ്ലസ് ഡോ എൽ ബൈ ഡോ ടി അതുപോലെ അങ്ങ് മാറ്റി എഴുതിക്കാം. അതിപ്പോൾ നമുക്ക് ഇവിടെ അതിനകത്ത് ആവശ്യമില്ല. ലാസ്റ്റ് നമുക്ക് എടുക്കാം ഒരു ഇക്വേഷൻ. ഇപ്പൊ നമ്മളിങ്ങനെ മാറ്റി എഴുതി. ഇത് നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിക്കാം. ഈ ഒരു ഇക്വേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു കാര്യം കാണാൻ പറ്റും. ഇത് ശരിക്കും എന്തിന്റെ ഒരു ഇതാണ്, ഡിഫറൻസിയേഷന്റെ യു വി മെത്തേഡ് ആണ്. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ടു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ടു ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ. ആ ഒരു മെത്തേഡിലാണ് എന്ത് വരുന്നത്, അതായത് നമ്മുടെ ആ ഒരു ഇന്റഗ്രേഷന്റെ പ്രോഡക്റ്റ് റൂൾ ആണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. പ്രോഡക്റ്റ് റൂളിന്റെ റിസൾട്ട് ആണ് കിടക്കുന്നത്. അപ്പോൾ അതിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതിൽ ശരിക്കും നമുക്കിപ്പോ ഡെറിവേറ്റീവ് ഓഫ് എന്ന് പറയുന്നത് ഇതിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡി എൽ ബൈ ഡി ടി. നമുക്ക് ഇതിനൊന്ന് ഡെറിവേറ്റീവ് പുറത്തെടുക്കാം. ഓക്കെ, ഇതിപ്പോ കിടക്കുന്ന യു വി മെത്തേഡ് അറിയാലോ, യു ഇൻറ്റു ഡി വി ബൈ ഡി ടി പ്ലസ് വി ഇൻറ്റു ഡി യു ബൈ ഡി ടി. ഓക്കെ, ഇവിടുത്തെ യു എന്ന് പറയുന്നത് ഈ ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് ആണ്. ഓക്കെ, ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് ആണ് ഇവിടുത്തെ ഈ ഒരു യു എന്ന് പറയുന്നത്. അടുത്ത വി എന്ന് പറയുന്നതായിരിക്കും അതിന്റെ സെക്കൻഡ് ടേം ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ തിരിച്ചെടുത്താലും മതി. ഓക്കെ, രണ്ടും കറക്റ്റ് ആയിരിക്കും എങ്ങനെ എടുത്താലും. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ കിടക്കുന്ന ഇപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു നമ്മൾ ഈ പറഞ്ഞതുപോലെ എടുക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ക്യൂ കെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ നമ്മളിവിടെ മാറ്റി എഴുതുന്നു. ഫസ്റ്റ് ഫംഗ്ഷൻ എന്തായിരിക്കും, വിച്ച് വിൽ ബി ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ക്യൂ കെ ഡോട്ട് അവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കി എഴുതി. ഡെറിവേറ്റീവ് മാറ്റി എടുക്കുവാണ്. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട്. നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ കൊടുക്കാം. ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട്. ഓക്കെ, ഇവിടെ എന്ത് നടക്കുന്നു, ഇവിടെ സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ, സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ. കണ്ടോ, അപ്പൊ ഇത് ശരിക്കും എന്താണ്, ഇത് ഈ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ്, ഡി ബൈ ഡി ടി ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ആണ്. ഇത് ശരിക്കും എന്താണ്, അതിന്റെ ആൻസർ ആണ്. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു സിംപ്ലിഫിക്കേഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, പ്രൊഡക്റ്റ് റൂളിൽ ഒരു ആൻസർ, ഒരു സൊല്യൂഷൻ നമുക്ക് ഇവിടെ കിടന്നു. ആ സൊല്യൂഷൻ നമ്മൾ എന്താണ് ചെയ്തത്, സൊല്യൂഷൻ എന്ന് അതിന്റെ ക്വസ്റ്റ്യൻ തിരിച്ച് ഡെറൈവ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. നമുക്ക് ആ ഒരു യു വി മെത്തേഡ് നിങ്ങൾ കൊടുത്താൽ മതി. ബൈ യൂസിങ് യു വി മെത്തേഡ് ഓഫ് ഡിഫറൻസിയേഷൻ വി ക്യാൻ റെഡ്യൂസ് ഇറ്റ് ആസ് ഡി ബൈ ഡി ടി ഓഫ് ക്യൂ കെ ഡോട്ട് ഇൻറ്റു ഡോ എൽ ബൈ ഡോ ക്യൂ കെ നമുക്ക് കൊടുക്കാം. ഇത് നിങ്ങൾ ഡിഫറൻഷിയേഷൻ ചെയ്തെങ്ങനെ വരുള്ളൂ. ഡി ബൈ രണ്ട് ഫംഗ്ഷൻ ആണ്, ക്യൂ കെ ഒരു ഫംഗ്ഷൻ ആണ്, ഡോ എൽ ബൈ ഡോ ക്യൂ കെ എന്ന് പറയുന്നത് എന്താണ്, അത് മറ്റൊരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ, ഇത് യുവും ഇത് വിയും ആണ്. അപ്പോൾ നമ്മളിവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് എന്തായിരിക്കും, പ്രൊഡക്റ്റ് റൂൾ കൊടുക്കുന്ന സമയത്ത് അവിടെ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ക്യൂ കെ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ഫംഗ്ഷൻ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് പ്ലസ്
സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഇൻറ്റു എന്ത് കിട്ടും ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ ആണ് നമ്മൾ സൊല്യൂഷൻ ഈ കിടക്കുന്ന ഈ ഒരു ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഇതെന്താണ് ഇതിന്റെ സൊല്യൂഷൻ ആണ്, ഇത് അതിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്ത് ചെയ്തു അതിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്താൽ നമുക്ക് ആ സിംപ്ലിഫിക്കേഷൻ പറ്റുള്ളൂ. അടുത്ത് എന്ത് ചെയ്യുക, നേരത്തെ കിടന്ന അതുപോലെ തന്നെ ഈ ഒരു ഫംഗ്ഷൻ കൂടെ കൊടുക്കുക, ഡോ എൽ ബൈ ഡോ ടി. ഓക്കെ, ഇതങ്ങനെ സെയിം ആയിട്ട് ഇവിടെ എന്ത് ചെയ്യുക ഇതിനെ അപ്ലൈ ചെയ്യുക. ഇപ്പൊ നമ്മുടെ ഈ ഒരു ലഗ്രാഞ്ചിന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് ഡി എൽ ബൈ ഡി ടി എന്ന് പറയുന്ന ആ ഒരു ഡെറിവേറ്റീവ് ഇപ്പൊ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു, നമ്മൾ അതിനെ ഇപ്പൊ രണ്ട് ഫംഗ്ഷൻ ആയിട്ട് അവിടെ കൺവേർട്ട് ചെയ്തു. നമുക്കിപ്പോ ഈ ഒരു ഇക്വേഷൻ കംപ്ലീറ്റ് അവിടെ ഉണ്ടായിരുന്നു, ആ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു രണ്ട് ഫംഗ്ഷൻ ആയിട്ട് അവിടെ ഡെറൈവ് ചെയ്ത് കൊണ്ടെത്തിച്ചു. ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് ക്യൂ കെ ഡോട്ട് ഇൻറ്റു ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് ആയിട്ട് എന്ത് ചെയ്തു നമ്മൾ അവിടെ കൺവേർട്ട് ചെയ്തു, പ്ലസ് ഡോ എൽ ബൈ ഡോ ടി. ഇപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഇത് റിസൾട്ട് അല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ഹൈലൈറ്റ് ചെയ്തേ ഉള്ളൂ, റിസൾട്ട് അല്ല. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 4 ആക്കി എടുക്കാം. ഓക്കെ, ഇക്വേഷൻ നമ്പർ 4. ഇനി ഇത് ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യുക. ഇപ്പൊ നമുക്ക് ഇവിടെ കിടക്കുന്ന ഈ ഒരു ഫംഗ്ഷനിൽ ഇവിടെ കിടക്കുന്ന എന്താണ് ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ക്യൂ കെ ഡോട്ട് ഡോ എൽ ബൈ ഡോ ക്യൂ കെ എന്നാണ് കിടക്കുന്നത്. ഈ ഡെറിവേറ്റീവിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. റീഅറേഞ്ച് ചെയ്യുക മീൻസ് എന്ത് ചെയ്യണം, ഇപ്പൊ ഇത് ഡെറിവേറ്റീവ് ഫംഗ്ഷൻ ആണ്, ഉണ്ടോ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ. ഇതിനെ കൂടി ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡെറിവേറ്റീവിനകത്തോട്ട് മാറ്റാം. അതായത് ഇതിനെ ഞാൻ എന്ത് ചെയ്യും നേരെ ഇതിനകത്തോട്ട് കൊണ്ടുവരുവാണ്. അപ്പൊ ഇതിനകത്തോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഇതെന്താവും, ഇവിടുത്തെ പ്ലസ് ആയിട്ട് കിടക്കുന്നത് പ്ലസ് ആണ്, ഇവിടെ വരുമ്പോൾ മൈനസ് ആവും. പക്ഷേ ഡെറിവേറ്റീവിനകത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, എൽ എന്ന് മാത്രം കൊടുത്താൽ മതി. ഡെറിവേറ്റീവ് ഇവിടെ ഉണ്ട്, ആ ബ്രാക്കറ്റ്സിനകത്ത് കൊടുക്കുന്ന സമയത്ത് എന്താവും നമുക്ക് എൽ ആയിട്ട് കൊടുക്കാം. അതായത് ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇതിനെ എന്ത് ചെയ്യുക തിരിച്ചൊന്ന് റീഅറേഞ്ച് ചെയ്യുക. അപ്പോൾ റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിന് ഞാൻ ഇങ്ങോട്ട് എൽ എച്ച് എസിലോട്ട് കൊണ്ടുവരുവാണ്. ഓക്കെ, ഇനി ഇപ്പുറത്തോട്ട് എൽ എച്ച് എസിലോട്ട് കൊണ്ടുവരും. ഈ മൈനസ് ഡോ എൽ ബൈ ഡോ ടി എൽ എച്ച് എസ് കൊണ്ടുവന്നു. അടുത്ത് ആർ എച്ച് എസ് ഇവിടെ കിടക്കുന്ന എല്ലാ ടൈപ്സ് അതുപോലെ എഴുതുവാണ്, ഡി ബൈ ഡി ടി ഓ ക്യൂ കെ ഡോട്ട് ഇൻറ്റു ഡോ എൽ ബൈ ഡോ ക്യൂ കെ. ഇനിയാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, ഈ ഡി എൽ ബൈ ഡി ടിയെ ഈ ഒരു പ്ലേസിൽ കൊണ്ടുവരണം. അപ്പൊ ഡി എൽ ബൈ ഡി ടി ഡി ബൈ ഡി ടി ഓ ഡി എൽ ബൈ ഡി ടി കിടക്കുന്നത് ഡെറിവേറ്റീവ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ ഇതിനകത്തോട്ട് കയറുമ്പോൾ എന്താവും, ഇവിടെ ഡെറിവേറ്റീവ് ഉണ്ട്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട, പ്രത്യേകിച്ച് ഡെറിവേറ്റീവ് കൊടുക്കണ്ട, ഇവിടെ എന്ത് ചെയ്താൽ മതി മൈനസ് എൽ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, വേറൊന്നും ചെയ്തില്ല, റീഅറേഞ്ച് ചെയ്യാണ് ചെയ്ത്. റീഅറേഞ്ച് ചെയ്ത സമയത്ത് ഡെറിവേറ്റീവിന് എന്ത് ചെയ്തു, ആ ഡെറിവേറ്റീവിനകത്ത് കൂടെ ആയിട്ട് നമ്മൾ അവിടെ ആഡ് ചെയ്ത് എന്ത് ചെയ്തു അവിടെ കൊടുത്തു. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു ആ ഒരു ഇക്വേഷൻ അവിടെ കൺവേർട്ട് ചെയ്തു. ഈ ഒരു ഇക്വേഷൻ ഞാൻ അവിടെ ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കുവാണ്. ഓക്കെ, ഇക്വേഷൻ നമ്പർ 5. അപ്പൊ ഇത് നമ്മളിപ്പോ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എല്ലാം എഴുതിയിട്ടുണ്ട്. ഓക്കെ, എല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ഇവിടെ സിഗ്മ കെ കൂടി ഉണ്ട് കേട്ടോ, സിഗ്മ കെ ക്യൂ കെ ഡോട്ട് ഡോ എൽ ബൈ ഡോ ക്യൂ കെ മൈനസ് എൽ. അപ്പൊ ഇതില് നമ്മൾ ഈ ഒരു ഇത്രയും ഫംഗ്ഷൻ കണ്ടല്ലോ, ഈ ഒരു സിഗ്മ കെ ഇൻറ്റു ക്യൂ കെ ഡോട്ട് ഇൻറ്റു ഡോ എൽ ബൈ ഡോ ക്യൂ കെ മൈനസ് എൽ എന്ന് പറയുന്നത്, ഇതിന് നമ്മൾ എന്ത് പറയുന്നത് എനർജി ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, എനർജി ഫംഗ്ഷൻ ആ ഒരു ടേമിന് പറയുന്ന പേരാണ് എന്ത് എനർജി ഫംഗ്ഷൻ. പ്രത്യേകിച്ച് ലെറ്റർ ഒന്നുമില്ല, ജസ്റ്റ് എന്ത് മതി എനർജി ഫംഗ്ഷൻ എന്ന് പറയുക. വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ക്യൂ കെ ഡോട്ട് ആൻഡ് ടി, ടൈമിനെയും പൊസിഷനെയും വെലോസിറ്റിയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു എനർജി ടേം ആണ് നമുക്കിപ്പോൾ ഡെറിവേറ്റീവിനകത്ത് കിട്ടിയത്. ഓക്കെ, പക്ഷെ നമ്മൾ നേരത്തെ ഹാമിൽട്ടോണിന്റെ ആ ഒരു മൊമെന്റം കേസ് നമ്മൾ പഠിച്ച സമയത്ത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു എന്ത്, ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്, ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് വിച്ച് വിൽ ബി ഈക്വൽ ടു ടി കെ ആണ്. ഓക്കെ, ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് വിൽ ബി ടി കെ ആണ്. അപ്പൊ ഇതിന് നമ്മളൊന്ന് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫംഗ്ഷനിൽ ഇത് ക്യൂ കെ ഡോട്ട് അല്ലേ, ഇവിടെ ക്യൂ കെ ഡോട്ട് വിട്ടുപോയതാണ്, ഇവിടെ മുകളിലുണ്ട് ഈ ഡെറിവേറ്റീവ് എല്ലാം ക്യൂ കെ ഡോട്ട് ഉണ്ട്, ഉണ്ടോ ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു, ഇവിടെ വന്നപ്പോൾ ഇടാൻ മറന്നു പോയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഡോ എൽ ബൈ ഡോ ക്യൂ കെ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ പി കെയുടെ വാല്യൂ നേരെ ഇവിടെ എന്ത് ചെയ്യാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ അഞ്ചാമത്തെ ഇക്വേഷൻ എങ്ങനെ കൺവേർട്ട് ആവും, ദാറ്റ് ഈസ് ദ ഇക്വേഷൻ നമ്പർ 5 വിൽ ചേഞ്ച് ദിസ് ടു മൈനസ് ഡോ എൽ ബൈ ഡോ ടി. ഓക്കെ, മൈനസ് ഡോ എൽ ബൈ ഡോ ടി വിച്ച് വിൽ ബി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് സിഗ്മ കെ ക്യൂ കെ ഡോട്ട് ഇൻറ്റു ഇവിടെ എന്താണ് വരുന്നത് കണ്ടോ, ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്, ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് നമ്മളിവിടെ മൊമെന്റ് ജനറലൈസ്ഡ് മൊമെന്റ് കേസ് പഠിച്ച സമയത്ത് പറഞ്ഞു, അതെന്ന് പറയുന്ന അവിടുത്തെ മൊമെന്റോ ആണ്. നമ്മൾ ലഗ്രാഞ്ചിനകത്ത് എന്ത് ചെയ്യും, ആ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ടേം കൊടുക്കും,
അപ്പോൾ ആ ഒരു മോഷൻ എക്സ് ആക്സിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്താ കൈനറ്റിക് എനർജി ടേം മാത്രമേ അവിടെ വരത്തുള്ളൂ. നമുക്ക് ആ ഒരു മൂവ്മെന്റിൽ ഹൈറ്റ് ഒന്നും മാറുന്നില്ല. സോ എന്താണ് പൊട്ടൻഷ്യൽ എനർജി അവിടെ വേരിയേഷൻ ഉണ്ടാവില്ല. അങ്ങനെ പൊട്ടൻഷ്യൽ എനർജി 0 ആവും. പിന്നെ എന്തായിരിക്കും കൈനറ്റിക് എനർജി നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ മൊമെന്റ് കേസ് മാത്രമേ വരത്തുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് പറയുന്നത് ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മൊമെന്റം ടേം എന്ന് പറഞ്ഞു. ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പൊ അത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇതിന് പകരം ഞാൻ ഇവിടെ പി കെ എന്ത് ചെയ്യുന്നു, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, പി കെ മൈനസ് എന്ത് കൊടുക്കാം, മൈനസ് എൽ. ഓക്കെ, വേറൊന്നും ചെയ്തില്ല. നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് നേരത്തെ പഠിച്ചിട്ടുള്ള ആ ഒരു ജനറൈസ്ഡ് മൊമെന്റ എന്ന ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യാണ് ചെയ്തത്, അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇപ്പൊ നമ്മുടെ ഇക്വേഷൻ ടോട്ടൽ എങ്ങനെയാണ് നടക്കുന്നത്, മൈനസ് ഡോ എൽ ബൈ ഡോ ടി വിച്ച് വിൽ ബി ഈക്വൽ ടു ഡി ബൈ ഡി ക്യൂ സിഗ്മ കെ ക്യൂ കെ ഡോട്ട് പി കെ മൈനസ് എൽ എന്ന ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മുടെ ഇക്വേഷൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇതില് ഈ ഒരു ഇപ്പോൾ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ ലഗ്രാഞ്ചിയൻ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ, ഓക്കെ, അതായത് ടൈമിനനുസരിച്ച് ലഗ്രാഞ്ചിന് വേരിയേഷൻ ഇല്ല എങ്കിൽ എന്തായിരിക്കും, ഡോ എൽ ബൈ ഡോ ടി വിച്ച് വിൽ ബി ഈക്വൽ ടു 0. അതനുസരിച്ച് എന്താണ് പറയുന്നത്, അവിടെ നമുക്ക് ലഗ്രാഞ്ചിയൻ ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്താ ഒരു കോൺസ്റ്റന്റ് വാല്യൂ. ഇത് ലഗ്രാഞ്ചിയൻ 0 എന്നല്ല മീൻ ചെയ്യുന്നത്, ഡെറിവേറ്റീവ് ആണ് 0. ഡെറിവേറ്റീവ് 0 ആവണമെങ്കിൽ എന്തായിരിക്കണം, ഫംഗ്ഷൻ ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പൊ ടൈമിനനുസരിച്ച് ലഗ്രാഞ്ചിന് അവിടെ ചേഞ്ച് വരുന്നില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നില്ല, ലഗ്രാഞ്ചിന് ചേഞ്ച് അവിടെ വരുന്നില്ല. അപ്പൊ നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ എന്തായിട്ട് പോകും, ഈ ഒരു ഇക്വേഷനിൽ ഈ ഒരു ഫംഗ്ഷൻ ശരിക്കും അവിടെ 0 ആവും. പക്ഷെ നിങ്ങൾ അവിടെ എഴുതണം, ദാറ്റ് ഈസ് ഇഫ് ദ ലഗ്രാഞ്ചിയൻ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ഓക്കെ, ലഗ്രാഞ്ചിയൻ ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നില്ല എങ്കിൽ കണ്ടീഷൻ ആണ് ഡോ എൽ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു 0. നമ്മൾ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ഇതിനകത്ത് പ്രൂഫ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇത് 0 എന്ന് പറഞ്ഞു, 0 പിന്നെ നമുക്കിവിടെ മൈനസ് വാല്യൂ വരത്തില്ല, 0 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു നമുക്ക് ഇക്വേഷൻ നമ്പർ 6 എന്ന് പറയാം. ഓക്കെ, ഇക്വേഷൻ നമ്പർ 6 എന്തായിട്ട് മാറും, ദാറ്റ് ഈസ് ദ ഇക്വേഷൻ നമ്പർ 6 ചേഞ്ചസ് ടു മൈനസ് അവിടെ വരത്തില്ല, പിന്നെ ദാറ്റ് ഈസ് 0 വിച്ച് വിൽ ബി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് സിഗ്മ കെ ക്യൂ കെ ഡോട്ട് പി കെ മൈനസ് എൽ എന്നായിട്ട് മാറും. ഓക്കെ, നമുക്ക് ഇവിടെ ഈക്വൽ ടു കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മൾ ഈ കിടക്കുന്ന ഫംഗ്ഷൻ, ഇപ്പൊ നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ കിട്ടി, സിഗ്മ കെ പി ക്യൂ കെ ഡോട്ട് പി കെ മൈനസ് എൽ. അപ്പൊ നമ്മൾ ഇതിനെയാണ് എന്ത് പറയുന്നത്, ഹാമിൽട്ടോണിയൻ എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഡി എച്ച് ബൈ ഡി ടി വിച്ച് വിൽ ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഡി എച്ച് ബൈ ഡി ടി വിച്ച് വിൽ ബി ഈക്വൽ ടു 0 വെയർ h is equal to sigma k qk dot pk minus l. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ, ഇക്വേഷൻ അല്ല ഫംഗ്ഷൻ ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, h is the function of generalized moment pk, generalized coordinate qk and time. ഓക്കെ, നമുക്ക് എന്താ ഇതിന്റെ എല്ലാം അവിടുത്തെ ജനറലൈസ്ഡ് കണ്ടീഷൻസ് ആണ് നമുക്ക് ഇവിടെ എന്താ പറയാൻ പറ്റും, അവിടെ കൊടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ ഈ ഒരു പ്രൂഫ് ചെയ്തുകൊണ്ട് വരേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടി ഞാൻ വേണ്ടി ഡിസ്കസ് ചെയ്ത് തരാം. നമ്മുടെ ഇതെന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഈ ഒരു ഇക്വേഷൻ അവിടെ ഡിറൈവ് ചെയ്യണം. പി കെയുടെയും ക്യൂ കെ ഡോട്ടിന്റെയും എല്ലിന്റെയും ഫംഗ്ഷൻ ആണ് ഹാമിൽട്ടോണിയൻ എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഇക്വേഷൻ, ഇത് നമ്മൾ ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ ഡിറൈവ് ചെയ്ത നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ ഫസ്റ്റ് എടുത്തത് എന്താണ്, ഫസ്റ്റ് നമ്മൾ ആദ്യം ഒരു സിസ്റ്റത്തിന്റെ ലഗ്രാഞ്ചിയൻ കൺസിഡർ ചെയ്തു. അപ്പൊ നമുക്കറിയാം ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത്, ഒരു സിസ്റ്റം ലഗ്രാഞ്ച് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആ ഒരു സിസ്റ്റത്തിന്റെ പൊസിഷൻ, വെലോസിറ്റി ആൻഡ് ടൈം, ഈ 3 പാരാമീറ്ററിനെ നമ്മൾ ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എൽ ഇസ് ഈക്വൽ ടു എൽ ഓഫ് ക്യൂ കെ ഡോട്ട് ടി എന്ന് പറഞ്ഞു. ഒന്നാമത്തെ സ്റ്റെപ്പിൽ അത് എഴുതി. അടുത്ത് ചെയ്യേണ്ടത് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഹാമിൽട്ടോണിയൻ പഠിക്കുന്നതെന്ന് വെച്ചിട്ട് ലഗ്രാഞ്ചിയൻ സ്കിപ്പ് ചെയ്യല്, അല്ലെങ്കിൽ ലഗ്രാഞ്ചിയൻ അവിടെ എഴുതാതിരിക്കല്. ഹാമിൽട്ടോണിയൻ അല്ലേ പിന്നെ ഇങ്ങനെ ലഗ്രാഞ്ചിയൻ വന്നു തോന്നല്, കാരണം ഹാമിൽട്ടോണിയൻ ഡൈനാമിക്സ് ഫോർമുലേറ്റ് ചെയ്യുന്നത് ലഗ്രാഞ്ചിയന്റെ ഹെൽപ്പോടെയാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും ന്യൂട്ടണിയൻ കൺസെപ്റ്റും ലഗ്രാഞ്ച് കൺസെപ്റ്റും ഹാമിൽട്ടോണിയൻ എല്ലാം എന്താണ്, പരസ്പരം അങ്ങോട്ടും കണക്റ്റഡ് ആണ്. പിന്നെ ഓരോന്നും ഓരോ അഡ്വാൻറ്റേജസ് ഉണ്ട്, അത്ര മാത്രമേ അവിടെ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ലഗ്രാഞ്ചിയൻ ഫംഗ്ഷനകത്ത്, ഹാമിൽട്ടോണിയൻ ഫംഗ്ഷനകത്ത് എന്ത് വരാം, ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ കൂടി ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു, അതിന്റെ ഡെറിവേറ്റീവ് എടുത്തു. അപ്പോൾ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നമുക്ക് ഇവിടെ 3 ടേംസ് ഉണ്ട്, കാരണം 3 പാരാമീറ്റേഴ്സ് ഞാൻ എന്ത് ചെയ്യുന്നത്, ലഗ്രാഞ്ചിയൻ ഡിപ്പെൻഡ് ചെയ്തു. സോ നമുക്കിവിടെ 3 ടേംസ് വന്നു. അടുത്ത സ്റ്റെപ്പിൽ നമ്മളവിടെ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ നമ്മളവിടെ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ലഗ്രാഞ്ച് ഇക്വേഷൻ നമുക്ക് അറിയാം, that is dou L by dou qk, sorry, d by dt of dou L by dou qk dot minus dou L by dou qk is equal to 0. അതാണ് നമ്മുടെ ലഗ്രാഞ്ച് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, സോറി ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് ഇവിടെ എന്ത് ചെയ്തു, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ അവിടെ മാറ്റി കൊടുത്തു, ദാറ്റ് ഇസ് d by dt of dou L by dou qk എന്ന് കൊടുത്തു.
അപ്പോൾ നമ്മൾ അങ്ങനെ ആ ഒരു ഇക്വേഷൻ മാറ്റി കൊടുത്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടി? നമുക്കവിടെ ശരിക്കും ഒരു പ്രൊഡക്റ്റ് റൂളിന്റെ ഒരു ആൻസർ അവിടെ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് റൂളിന്റെ ക്വസ്റ്റ്യൻ എങ്ങോട്ടാണ് നമുക്ക് നോക്കണം. ഓക്കെ, ആ സിംപ്ലിഫൈ ചെയ്ത് മുമ്പുള്ള സ്റ്റെപ്പ് എന്തായിരിക്കും? അപ്പോൾ നമുക്ക് കുറച്ച് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഇക്വേഷൻ കിട്ടുമല്ലോ. നമ്മൾ എന്ത് ചെയ്തു? തിരിച്ച് റിവേഴ്സ് ഓർഡറിൽ എന്ത് ചെയ്തു? അതിനൊന്ന് നോക്കി. ആ ഒരു സമയത്ത് നമുക്ക് ഇവിടെ d by dt of qk dot into dou L by dou qk എന്ന് കിട്ടി, പ്ലസ് dou L by dou t അവിടെ ഉണ്ടായിരുന്നു. അടുത്ത് നമ്മളവിടെ ചെയ്തത് ഒന്ന് റീഅറേഞ്ച് ചെയ്തു ഈ മൈനസ് ഡോ എൽ ബൈ ഡോ ടി. കാരണം നമുക്കറിയാം ഈ ഒരു ലഗ്രാഞ്ചൻ എന്ന് പറയുന്നത് ശരിക്കും ടൈമിനെ ഡയറക്റ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റർ അല്ല, അല്ലെങ്കിൽ ടൈമിനനുസരിച്ച് വേരിയിങ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ അത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഡോ എൽ ബൈ ഡോ ടി ഒന്ന് LHS സൈഡിൽ കൊണ്ടുവന്നിട്ട് ഡി ബൈ ഡി ടി നമ്മൾ എന്ത് ചെയ്തു? ഇതിനകത്തോട്ട് ഇൻക്ലൂഡ് അവിടെ ചെയ്തു. ഓക്കെ, അപ്പൊ ആ ഒരു സ്റ്റെപ്പ് വന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ആ ഒരു സ്റ്റെപ്പിൽ നമുക്ക് അവിടെ ഇത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്, ഇത് കംപ്ലീറ്റ് ആയിട്ട് നോർമൽ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു, നോർമൽ ഡെറിവേറ്റീവ് നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലും കൊണ്ടുവന്ന സമയത്ത് നമുക്ക് ആ ഡെറിവേറ്റീവിനകത്ത് എന്ത് ചെയ്യാൻ പറ്റി? അതിനെ അവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനത്തെ ആ ഒരു സ്റ്റെപ്പ് ചെയ്തപ്പോൾ നമുക്കവിടെ കിട്ടിയത് മൈനസ് ഡോ എൽ ബൈ ഡോ ടി ഈക്വൽ ടു ഡി ബൈ ഡി ടു സിഗ്മ കെ ക്യൂ കെ ഡോട്ട് ഡോ എൽ ബൈ ഡോ ക്യൂ കെ മൈനസ് എൽ എന്നാണ് കിട്ടിയത്. ഓക്കെ, നമ്മൾ ഇക്വേഷൻ നമ്പർ 5 എന്ന് എടുത്തു. പക്ഷെ നമുക്ക് അവിടെ നോക്കിയ സമയത്ത് ഡോ എൽ ബൈ ഡോ ക്യൂ കെ നമ്മൾ ഹാമിൽട്ടോണിയനിൽ പഠിച്ചതനുസരിച്ചിട്ട് അത് എന്തിന്റെ ഒരു ഫംഗ്ഷൻ ആണ്? മൊമെന്റത്തിന്റെ ഫംഗ്ഷൻ ആണ്. കാരണം നമുക്കറിയാം നമ്മളിപ്പോൾ കൊണ്ടുവരുന്ന ലഗ്രാഞ്ചിനാണ്. അപ്പോൾ ലഗ്രാഞ്ചിൻ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം? ഹാമിൽട്ടോണിയനിലോട്ട് അപ്ലൈ ചെയ്യണം, എന്നാലേ ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ അവിടെ കിട്ടത്തുള്ളൂ. കാരണം അറിയാലോ ഹാമിൽട്ടോണിയൻ എന്ന് വെച്ചാൽ മൊമെന്റത്തിന്റെ കൺസെപ്റ്റ് വരുന്നതാണ് ഹാമിൽട്ടോണിയൻ. അപ്പോൾ നമ്മളവിടെ പി കെയുടെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പി കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ലഗ്രാഞ്ചിൻ ടൈമിനനുസരിച്ച് വേരിയും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പാർഷ്യലി വേരിയും ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ അവിടെ ഇക്വേറ്റ് ചെയ്തു, 0 ആക്കി കൊടുത്തു. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അവിടെ ഡി ബൈ ഡി ടി ഓഫ് സിഗ്മ കെ ക്യൂ കെ ഡോട്ട് പി കെ മൈനസ് എൽ എന്നൊരു വാല്യൂ കിട്ടി. അതെന്താണ്? അവിടെ സിഗ്മ കെ പി കെ സിഗ്മ കെ ഇൻറ്റു ക്യൂ കെ ഡോട്ട് പി കെ മൈനസ് എൽ എന്ന് പറയുന്നത് അവിടുത്തെ എച്ച് ആണ്. എച്ച് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹാമിൽട്ടോണിയൻ ആയിരിക്കും. അപ്പൊ ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ അവിടെ കണ്ടുപിടിക്കുന്നത്. h is equal to സിഗ്മ കെ ഇൻറ്റു ക്യൂ കെ പി കെ മൈനസ് എൽ. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് പറയാം? ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് അവിടെ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ക്യൂ കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പി കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എൽ ലഗ്രാഞ്ചിൻ ഫംഗ്ഷനെ. അപ്പൊ ഇതിനകത്തുള്ള സൈക്കിൾ കോർഡിനേറ്റ് അറിയാലോ. സൈക്കിൾ കോർഡിനേറ്റ് എന്തായിരിക്കും? ക്യൂ കെ ആയിരിക്കും അവിടുത്തെ സൈക്കിൾ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? ക്യൂ കെ ഡോട്ട് നമുക്ക് ഇവിടെ ഉണ്ട്, പക്ഷെ എന്തില്ല? ക്യൂ കെയുടെ വാല്യൂ ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് ക്യൂ കെ ആണ് നമ്മുടെ സൈക്കിൾ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ അവിടെ ഡെറൈവ് ചെയ്യേണ്ടത്. That is dh by dt is equal to 0 and h is equal to sigma k q k p k minus l and h എന്തായിരിക്കും? ഹാമിൽട്ടോണിയൻ. ഒരു സിസ്റ്റത്തിന്റെ ഹാമിൽട്ടോണിയൻ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം കൂടി അവിടെ അറിഞ്ഞിരിക്കുക. ഹാമിൽട്ടോണിയൻ സിസ്റ്റം വിൽ ബി കോൺസ്റ്റന്റ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ആ ഒരു ഹാമിൽട്ടോണിയൻ ഫംഗ്ഷനിൽ നോക്കേണ്ടത്. അപ്പൊ ഇനി ഹാമിൽട്ടോണിയൻ ഫംഗ്ഷനെ ബന്ധപ്പെട്ട് അടുത്തൊരു കൺസെപ്റ്റ് ആണ് കൺസർവേഷൻ ഓഫ് എനർജി എന്നൊരു ടേം. ഓക്കെ, കൺസർവേഷൻ ഓഫ് എനർജി എന്ന ടേം നമ്മൾ നെക്സ്റ്റ് അതായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കെ, നോക്കാം. അപ്പോൾ കൺസർവേഷൻ ഓഫ് എനർജിയിൽ അപ്പൊ നമ്മളിപ്പോ ഒരു സിസ്റ്റത്തെ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, ഒരു സിസ്റ്റം നോർമലി ഏതെങ്കിലും ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുക. അപ്പോൾ ഒരു കൺസ്ട്രക്റ്റീവ് സിസ്റ്റം ആയിരിക്കണം. ഓക്കെ, ക്ലോസ്ഡ് പാത്തിൽ റൺ ചെയ്യുന്ന സിസ്റ്റം നമ്മൾ കൺസ്ട്രക്റ്റീവ് സിസ്റ്റം എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മളൊരു കൺസ്ട്രക്റ്റീവ് സിസ്റ്റം അവിടെ കൺസിഡർ ചെയ്തു. അപ്പോൾ ഈ കൺസ്ട്രക്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു പൊട്ടൻഷ്യൽ എനർജി നോർമലി എങ്ങനെയാണ് വരുന്നത്? പൊട്ടൻഷ്യൽ എനർജി കൺസർവേറ്റീവ് സിസ്റ്റത്തിൽ നോർമലി എന്ത് ചെയ്യത്തില്ല? ആക്റ്റീവ് ചെയ്യത്തില്ല. അപ്പോൾ ഈ നമുക്ക് ഒരു ഹാമിൽട്ടോണിയനിൽ നമ്മൾ പറഞ്ഞു ഹാമിൽട്ടോണിയൻ എന്തൊക്കെയാണ്? ഹാമിൽട്ടോണിയൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് പി കെ ക്യൂ കെ ഡോട്ട് മൈനസ് എൽ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർക്കണം കേട്ടോ. ഹാമിൽട്ടോണിയൻ എന്ന് പറഞ്ഞാൽ പി കെയുടെയും ക്യൂ കെയുടെയും എല്ലിന്റെയും ഫംഗ്ഷൻ ആണ്. ലഗ്രാഞ്ച് എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെയാണ്? ലഗ്രാഞ്ചൻ ക്യൂ കെയുടെയും ക്യൂ കെ ഡോട്ടിന്റെയും ടൈമിന്റെയും ഫംഗ്ഷൻ ആണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുക. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറഞ്ഞു. അപ്പൊ നമുക്കറിയാം ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ടേം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ക്യൂ കെ ഡിപ്പെൻഡ് ചെയ്യില്ല. കാരണം പൊട്ടൻഷ്യൽ എനർജി ടേമിൽ വെലോസിറ്റി ഒരിക്കലും വരത്തില്ല. പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ എപ്പോഴും mgh ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരിക്കലും ഈ ഒരു പൊട്ടൻഷ്യൽ എനർജി ടേമിൽ എന്ത് ചെയ്യുന്നില്ല? ഇത് അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ടൈമിന്റെ ഫംഗ്ഷൻ നോർമൽ എന്ത് ചെയ്യുന്നില്ല? അത് അവിടെ ആ ഒരു സിസ്റ്റം അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇതില് വെലോസിറ്റി കോർഡിനേറ്റും ഇല്ല, അതുകൊണ്ട് തന്നെ ഇതിൽ അവിടെ നമുക്ക് ടൈമിന്റെ കോർഡിനേറ്റും വരുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒരു കൺസർവേറ്റീവ് സിസ്റ്റത്തിനാണെങ്കിൽ ഡോ വി ബൈ ഡോ ക്യൂ കെ ഡോട്ട് എന്ന് പറയുന്നത് ഡോ വി ബൈ ഡോ ക്യൂ കെ ഡോട്ട് വിച്ച് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, കാരണം അവിടെ നമുക്ക് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഇതിലെ പി കെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, പി കെ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മൊമെന്റം, പി കെ വാല്യൂ എടുത്ത പി കെയുടെ എക്സ്പാൻഷൻ നമുക്കറിയാം. പി കെ വിച്ച് വിൽ ബി ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് ആണ്. നമ്മൾ ഫസ്റ്റ് ജനറലൈസ്ഡ് മൊമെന്റത്തിന്റെ കേസിൽ ഡിറൈവ് ചെയ്ത കാര്യമാണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ ഒന്ന് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. എല്ലിന് പകരം എല്ലിന്റെ ഫംഗ്ഷൻ കൊടുക്കുകയാണ്. എൽ ഇസ് ഈക്വൽ ടു ടി മൈനസ് വി എന്ന് ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നു.
which will be equal to dou L by dou qk dot into t minus b. അപ്പോൾ നമുക്കറിയാം ഈ ഒരു കാര്യം അറിയാം, 0 ആണെന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് അവിടുത്തെ വിയുടെ വാല്യൂ എന്താവും, മൈനസ് ബി അല്ലേ. അപ്പം വിയുടെ വാല്യൂ എന്തായി പോവും, അതവിടെ 0 ആയിട്ട് പോവും. ബാക്കി എന്ത് മാത്രമേ വരത്തുള്ളൂ, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് ഡോ ടി ബൈ ഡോ ക്യു കെ ഡോട്ട് എന്ന് മാത്രമേ അവിടെ വരത്തുള്ളൂ. ഇനി നമ്മൾ ഹാമിൽട്ടോണിയൻ ഇക്വേഷൻ എഴുതുവാണ്. ഇപ്പോൾ കൺസർവേഷൻ ഓഫ് എനർജി എങ്ങനെ വരുന്നു, അല്ലെങ്കിൽ ഹാമിൽട്ടോണിന്റെ എനർജി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഹാമിൽട്ടോണിയൻ എന്ന് പറയുമ്പോൾ ആ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി എന്തായിരിക്കും, അതാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതാണ് കൺസർവേഷൻ ഓഫ് എനർജി ആ ടോപ്പിക്കിൽ പറയുന്നത്. ഇത് ചെയ്ത സമയത്ത് ഇനി എന്ത് ചെയ്യുന്നു, ഹെച്ചിന്റെ വാല്യൂ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഹെച്ചിന്റെ ഇക്വേഷൻ നമുക്കറിയാം, h is equal to സിഗ്മ കെ പി കെ ക്യു കെ ഡോട്ട് മൈനസ് എൽ ആണ് നമുക്ക് അവിടെ അറിയാം. ഓക്കെ, അപ്പോൾ പി കെക്ക് പകരം ഞാൻ ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പി കെയുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. പി കെയുടെ വാല്യൂ ഇവിടെ കിടപ്പുണ്ട് ഉണ്ടോ, പി കെയുടെ വാല്യൂ. പി കെ എന്ന് പറയുന്നത് എന്താണ്, പി കെ എന്ന് പറയുന്നത് ഡോ ടി ബൈ ഡോ ക്യു കെ ഡോട്ട് ആണ്. അത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഇസ് വി ആർ ഗെറ്റിംഗ് സിഗ്മ കെ, പി കെക്ക് പകരം എന്ത് കൊടുക്കുക, ഡോ ടി ബൈ ഡോ ക്യു കെ ഡോട്ട് കൊടുക്കുക. അപ്പൊ എങ്ങനെയാണ് ഡോ ടി ബൈ ഡോ ക്യു കെ ഡോട്ട് വന്നത് നമ്മൾ പറഞ്ഞു, കാരണം ഒരു സിസ്റ്റം മൂവ്മെന്റിലാണ്. അപ്പോൾ മൂവ്മെന്റിലാണെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ എനർജിക്ക് പ്രത്യേകിച്ച് ഒരു വേരിയേഷൻ വരുന്നില്ല, കൺസർവേറ്റീവ് സിസ്റ്റം ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, പൊട്ടൻഷ്യൽ എനർജിയിൽ ഒരു വേരിയേഷൻ ഒന്നും വരുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ ഡെറിവേറ്റീവ് അവിടെ എടുക്കാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് പി കെയുടെ വാല്യൂ ഡോ ടി ബൈ ഡോ ക്യു കെ ഡോട്ട് എന്ന് മാത്രമായിട്ട് അവിടെ കൺവേർട്ട് ചെയ്തു. ഇൻറ്റു ക്യു കെ ഡോട്ട് അതുപോലെ വരും. ഓക്കെ, ഈ ഒരു ക്യു കെ ഡോട്ട് അതുപോലെ എഴുതാൻ പറ്റും, മൈനസ് എല്ലാം കൂടി അവിടെ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ എടുക്കുന്ന ഈ ഒരു സിസ്റ്റം നമ്മൾ പറഞ്ഞില്ല, ഇങ്ങനെ നമുക്കൊരു സിസ്റ്റം ഉണ്ട്, ഡോ ടി ബൈ ഡോ ക്യു കെ ഡോട്ട് ഇൻറ്റു ക്യു കെ ഡോട്ട് മൈനസ് സോറി ക്യു കെ ഡോട്ട് അവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിലൊരു നോർമൽ ഇതിലത്തെ ഈ ഒരു കൈനറ്റിക് എനർജി ടേം എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പോൾ ഇതിനകത്തുള്ള സിസ്റ്റത്തിൽ നമ്മൾ കൈനറ്റിക് എനർജി ടേം അവിടെ കൊടുക്കുന്നു. ഇത്രയും മാത്രം എടുക്കുവാണ്, സിഗ്മ കെ ഈ ലഗ്രാഞ്ചിയൻ പോയിട്ടുള്ള ടേം മാത്രം എടുക്കുവാണ്, ഡോ ബൈ ഡോ ടി ക്യു കെ ഡോട്ട് ഇൻറ്റു ക്യു കെ ഡോട്ട്. ഇങ്ങനെ ടേം എടുത്തു കഴിഞ്ഞാൽ ഇത് ശരിക്കും എന്താണ്, ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആണ്. അതായത് ഈ ഡോ ടി ബൈ ഡോ ക്യു കെ ഡോട്ട് ഇൻറ്റു ക്യു കെ ഡോട്ട് എന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ നമുക്ക് അവിടെ 2t എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, 2t ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ അത് എങ്ങനെ എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിവിടെ രണ്ട് സൈഡിലും ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, ഇതിവിടെ ടി സ്ക്വയർ എന്നായിട്ട് മാറും. ഈ ഒരു കൈനറ്റിക് എനർജി ടേം നോർമൽ എന്തായിട്ട് മാറും, ടി സ്ക്വയർ എന്ന് വെച്ചാൽ സെക്കൻഡ് ഓർഡർ സെക്കൻഡ് പവർ ആയിട്ട് മാറും. അപ്പോൾ എന്തായിരിക്കും, അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിക്കാനായിട്ടില്ല, പ്രത്യേകിച്ച് ഡെറിവേഷൻ വേണ്ട അവിടെ. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷൻ കൊടുത്തിട്ട് ഡോ ടി ബൈ ഡോ ക്യു കെ ഇൻറ്റു ഡോ ക്യു കെ ഡോട്ട് ക്യു കെ ഡോട്ട് ഓക്കെ ഡോ ക്യു കെ ഡോട്ട് ഇൻറ്റു ക്യു കെ ഡോട്ട് എന്ന് കൊടുക്കുക, വിച്ച് വിൽ ബി ഈക്വൽ ടു എന്താണ് അവിടെ 2t എന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കൊടുക്കുക. അപ്പോൾ അവിടെ എഴുതേണ്ട കാര്യമാണ്, ബിക്കോസ് ദ കൈനറ്റിക് എനർജി ഈസ് എ ഹോമോജീനിയസ് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ. So we can show that dou t by dou qk dot into qk dot is equal to 2t. Okay, അതായത് twice the kinetic energy വരും. നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് t സ്ക്വയർ ആയിട്ട് കൺവേർട്ട് ആവും. നമുക്ക് ഇന്റഗ്രേഷൻ കൊടുക്കുന്നത് ജസ്റ്റ് ഇവിടെ 2t എന്ന് മാത്രം കൊടുത്താൽ, കാരണം നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷനിൽ 2t ആണ് ആവശ്യം. അപ്പോൾ ഇങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ നോർമലി ഉണ്ട്. അപ്പോൾ ഇതിന്റെ കാര്യം എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആയിട്ട് ഫംഗ്ഷൻ ആണ്, ഹോമോജീനിയസ് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആണ് എന്ത് ചെയ്യുക, 2t നമ്മളോട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെ നേരെ എടുത്ത് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു കേസിൽ ഇവിടെ ഒന്ന് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യുക ഹെച്ചിന്റെ ഇക്വേഷനിലോട്ട്. ഓക്കെ, ഹെച്ചിന്റെ ഇക്വേഷനിലോട്ട് നേരെ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യാം. അപ്പോൾ ഹെച്ചിന്റെ ഇക്വേഷനിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് h വിൽ ബി ഈക്വൽ ടു, അപ്പോൾ സിഗ്മ കെ ടി ബൈ ക്യു കെ ഡോട്ട് ഇൻറ്റു ക്യു കെ ഡോട്ട് എന്ന് പറയുന്നത് നമ്മൾ അവിടെ 2t എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇത്രയും ടേംസിന് പകരമാണ് എന്ത് ചെയ്യുന്നത്, ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത്രയും ടേംസിന് പകരമാണ് ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ h വിൽ ബി ഈക്വൽ ടു 2t എന്ന് കിട്ടി. ഓക്കെ, 2t മൈനസ് എൽ, നേരത്തെ ലഗ്രാഞ്ച് അതുപോലെ ഇവിടെ ഉണ്ട്, ഈ ഒരു ഇക്വേഷനിൽ അവിടെ ഉണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇതില് ലഗ്രാഞ്ചിന്റെ ഇക്വേഷൻ കൂടി കൊടുക്കുക. ലഗ്രാഞ്ചിന്റെ വാല്യൂ എന്താണ്, ലഗ്രാഞ്ച് എൽ ഇസ് ഈക്വൽ ടു ടി മൈനസ് വി. ഓക്കെ, ടി മൈനസ് വി കൂടി എന്ത് ചെയ്യുക, നിങ്ങളവിടെ അപ്ലൈ ചെയ്യുക. നമ്മുടെ 2t മൈനസ് ടി മൈനസ് വി. ഓക്കെ, 2t മൈനസ് ടി മൈനസ് വി, ഇതാണ് നമ്മുടെ അവിടുത്തെ ഇക്വേഷൻ. ഇവിടെ എന്തായിട്ട് മാറും, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് 2t മൈനസ് ടി, 2t മൈനസ് ടി, മൈനസ് മൈനസ് എന്താവും പ്ലസ് ആയിട്ട് മാറും, പ്ലസ് വി എന്ന് വരും. അപ്പോൾ 2t മൈനസ് ടി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതവിടെ ടി ആയിരിക്കും, ടി പ്ലസ് വി. അപ്പോൾ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി, ഇപ്പോൾ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിന്റെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സബ്മേഷൻ ആണ്.
ലഗ്രാഞ്ചൻ എന്ന് പറയുന്നത് എന്താണ്? ലഗ്രാഞ്ചൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന്റെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഡിഫറൻസ് ആണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് എന്താണ്? കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഡിഫറൻസും, മറ്റൊന്ന് കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും എന്താണ്? സബ്മേഷനുമായിട്ടാണ് വരുന്നത്. അപ്പോൾ പ്രൂവ് ദാറ്റ് H is equal to T plus B എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ പ്രതീക്ഷിക്കാം. അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡെറിവേഷൻ ആണ്, തീരെ ചെറിയൊരു ഡെറിവേഷൻ ആണ്, ഈ ഒരു ഡെറിവേഷൻ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. ഈ ഡെറിവേഷൻ കൺസിഡറേഷന്റെ കേസിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ അവിടുത്തെ ആ ഒരു പൊട്ടൻഷ്യൽ എനർജി ടേമിനെ കുറിച്ച് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഇക്വേഷൻ ഡോ ബൈ ഡോ ക്യൂ കെ ഡോട്ട് 0 ആണെന്ന് പറയുന്നു. പിന്നെ നമുക്ക് അവിടെ പി കെയുടെ ഇക്വേഷൻ അറിയാം. പി കെ എന്ന് വെച്ചാൽ ഡോ എൽ ബൈ ഡോ ക്യൂ കെ ഡോട്ട് ആണ്. അതിന് എന്ത് ചെയ്യുക? എല്ലിന്റെ ഫംഗ്ഷൻസ് അവിടെ കൊടുക്കുക. ഇനി എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂഷൻസ് അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്തു. പിന്നെ എന്ത് ചെയ്തു? കൈനറ്റിക് എനർജി ടേമിന്റെ കേസ് കൂടി അവിടെ കൊടുത്തു. കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആണ്. നമുക്ക് ക്യൂ ടി എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്ന് കൊടുത്തു. then അവിടെ എന്ത് ചെയ്യുക? ആ ഒരു ആവശ്യമായ വാല്യൂസ് കൊടുക്കുന്ന സമയത്ത് h is equal to t minus l എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്തായിട്ട് കിട്ടും? h is equal to t plus v എന്ന് കിട്ടും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഈ ഒരു ഡെറിവേഷൻസ്, അതായത് നമുക്ക് അവിടെ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്ന കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സം ആണ്. അപ്പോൾ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ടോട്ടൽ എനർജി. ഓക്കെ, ടോട്ടൽ എനർജി. നമ്മളിത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയിൽ പഠിക്കുന്ന കാര്യമാണ്. S1 ലും അതുപോലെ ഹിസ്റ്ററിയിലല്ല, S1 12th ഒക്കെ പഠിക്കുന്നുണ്ട്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കും. ഈ തൊട്ട് മുകളിലോട്ടുള്ള ചാപ്റ്റേഴ്സിൽ ഇനിയും പഠിക്കും. കൺസർവേഷൻ ലോസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യാം? അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും ഈ ഒരു ടോപ്പിക്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. അതായത് എനർജി എന്തായിരിക്കും? ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ദിസ് വിൽ ബി ദി സം ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ഇങ്ങനെയാണ്. അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് ഹാമിൽട്ടോണിയൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ്, ഹാമിൽട്ടോണിയൻ ഷോസ് ദ കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കെ, പ്രൂവ് ദാറ്റ് എന്നൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ ഹൗ ടു ഡെഡ്യൂസ് ദ ഹാമിൽട്ടോണിയൻ ഫംഗ്ഷൻ h is equal to t plus b, അല്ലെങ്കിൽ ഹൗ ദ ഹാമിൽട്ടോണിയൻ ഗീവ് ആൻ ഐഡിയ അബൌട്ട് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കാം. അപ്പൊ അതെന്താണ്? ഈ ഒരു ഡെറിവേഷൻ അവിടെ കൊടുക്കേണ്ടത്. പക്ഷെ ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്ന ഒരിക്കലും എന്തല്ല, കൺസർവേഷൻ ഓഫ് എനർജി ഒബേ ചെയ്യുന്ന ഒരു ഇക്വേഷൻ അല്ല. കാരണം അവിടെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യലിന്റെയും ഡിഫറൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലഗ്രാഞ്ചിയൻ എടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം ടു ബി കൺസേർവ്ഡ് എന്ന കൺസെപ്റ്റ് ആണ് എപ്പോഴും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത്. അതുകൊണ്ട് തന്നെ കൺസർവേഷൻ ഓഫ് എനർജി കാണിക്കുന്ന ഇക്വേഷൻ എന്താണ്? അത് ഹാമിൽട്ടോണിയൻ ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പിന്നീട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലും ക്വാണ്ടം മെക്കാനിക്സിലും ഒക്കെ എന്ത് ചെയ്യും? നമ്മൾ ഹാമിൽട്ടോണിയൻ എടുക്കുന്നത്. അപ്പൊ നമുക്ക് അതിനകത്ത് ഒരു ക്വാണ്ടം മെക്കാനിക്സിനകത്ത് തന്നെ നമ്മൾ പല ഫോർമുലേഷൻസ് പഠിക്കും. അപ്പൊ അതൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ ഒരു ഫംഗ്ഷന്റെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ വരുവാണ്. നമുക്ക് സ്കാറ്ററിംഗ് എക്സ്പീരിയൻസുകൾ ഉണ്ട്, അതുപോലെ തന്നെ ആൽഫ പാർട്ടിക്കിൾസിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ സ്ക്വയർ റൂട്ട് പൊട്ടൻഷ്യൽ, അങ്ങനെ പല ഇതുമുണ്ട്. ഓക്കെ, അതിനകത്തൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ആ സിസ്റ്റത്തിന്റെ ഹാമിൽട്ടോണിയൻ നമ്മളവിടെ കണ്ടുപിടിച്ചാൽ മതി. ഹാമിൽട്ടോണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ എനർജി അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഹാമിൽട്ടോണിയൻ ഓഫ് ദ സിസ്റ്റം ഈസ് ബി എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ ഹാമിൽട്ടോണിയൻ അവിടെ കണ്ടുപിടിക്കും. അപ്പോൾ ആ സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എന്ത് കിട്ടും? ഒരു ഡീറ്റെയിൽ നമുക്ക് അവിടെ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു എനർജി ടേം, ഡീറ്റെയിൽ മീൻസ് എനർജി ടേം, അത് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഹാമിൽട്ടോണിയൻ എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. കാരണം ഹാമിൽട്ടോണിയൻ എന്ത് ചെയ്യുന്നു? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അവിടെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്നു? അവിടെ ഒബേ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഹാമിൽട്ടോണിയൻ ഓഫ് എ സിസ്റ്റം ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ. അതായത് നമ്മൾ ഒരു സിസ്റ്റത്തിന്റെ എനർജി എന്ന് പറയുന്നതും ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് എന്താണ്? രണ്ടും അവിടെ സിമിലർ ആണ്. ഓക്കെ, അപ്പൊ അതാണ് ഒരു പോയിന്റ്. അപ്പോൾ ഹാമിൽട്ടോണിയൻ ഈസ് കോൺസ്റ്റന്റ് ഇൻ ടൈം ഓർ കൺസർവ്ഡ്, ആൻഡ് ദിസ് ഷോസ് ദ കൺസർവേഷൻ തിയറം ഫോർ ഹാമിൽട്ടോണിയൻ ഓഫ് എ സിസ്റ്റം, ആൻഡ് ഹാമിൽട്ടോണിയൻ ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം. അപ്പോൾ ടോട്ടൽ എനർജി എടുക്കുന്നത് ഹാമിൽട്ടോണിയൻ എടുക്കുന്നത് എന്തായിരിക്കും? രണ്ടും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ആ ഒരു കൺസർവേഷൻ ഓഫ് എനർജിയുടെ കേസിൽ ഹാമിൽട്ടോണിയനിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത അവിടുത്തെ ഫംഗ്ഷനെ കുറിച്ചിട്ടായിരുന്നു. ആ ഒരു ഹാമിൽട്ടോണിയൻ ഫംഗ്ഷന്റെ ഡെറിവേഷൻ നമ്മളിവിടെ നോക്കി. ഇതായിരുന്നു ഒരു ഡെറിവേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഡെറൈവ് ചെയ്ത് എന്തായിരുന്നു? h is equal to sigma k q k dot p k minus l, h എന്നൊരു കോൺസ്റ്റന്റ് പറഞ്ഞു. പിന്നെ അടുത്ത ചെയ്ത ഡെറിവേഷൻ ആണ് ദാറ്റ് ഇസ് h is equal to t plus v എന്ന് പറയുന്ന ആ ഒരു ഡെറിവേഷൻ.